ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ജോഷുവയുടെ പുസ്തകം 22-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 22-ാം അധ്യായത്തിൽ 21 വരെയുള്ള അധ്യായങ്ങൾ എല്ലാവർക്കും ദേശം ഭാഗിച്ചു കൊടുത്തു. ലേവ്യ ഗോത്രത്തിനും ആവശ്യമായ അവകാശങ്ങളൊക്കെ നൽകി. അതെല്ലാം കഴിഞ്ഞപ്പോൾ യോർദാന് കിഴക്ക് അവകാശം ലഭിച്ച രൂബേൻ, ഗാദ്, മനശ്ശെയുടെ പാതി ഗോത്രക്കാർ അവരുടെ ദേശത്തേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി ഒരുങ്ങുന്നു. അവർ യോർദാന് കിഴക്ക് വശത്താണല്ലോ അവർക്ക് അവകാശം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവരോട് നേരത്തെ മോശ പറഞ്ഞിരുന്നു, ഈ ദേശം അവകാശമാക്കുന്നത് വരെ നിങ്ങൾ മറ്റു ഗോത്രങ്ങളോട് ചേർന്ന് നിങ്ങൾ യുദ്ധം ചെയ്യണം, നിങ്ങൾ സഹകരിക്കണം. അങ്ങനെയാണ് അവരെ ഇക്കരെ വന്ന് അതിനോട് ചേർന്ന് യുദ്ധം ചെയ്ത് സ്ഥലമൊക്കെ അവർ അവകാശമാക്കുകയും എല്ലാവർക്കും അത് ഭാഗിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനി സ്വന്തം സ്ഥലത്തേക്ക് അവർ മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോൾ യോശുവ 2 കാര്യങ്ങൾ അവരോട് ഉപദേശമായി നൽകുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കുകയും ആ ദൈവത്തെ മാത്രം സേവിക്കുകയും ചെയ്യണം. രണ്ടാമത് പറഞ്ഞു, മോശ മുഖാന്തരം ലഭിച്ചതായ കൽപ്പനകളിൽ ന്യായപ്രമാണവും നിങ്ങൾ ആചരിക്കണം. നിങ്ങൾ ചെല്ലുന്ന ദേശത്ത് മറ്റ് ജാതികളുടെയൊക്കെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്കുണ്ടാവാം. അതുകൊണ്ടായിട്ട് സ്വന്തം ദൈവത്തെ മറന്നു പോവുകയോ ദൈവത്തിൽ നിന്ന് അകലുകയോ ചെയ്യുന്നത് ഒന്നും നിങ്ങൾ ചെയ്യരുത്. മോശ മുഖാന്തരം ലഭിച്ചതായ കൽപ്പനകൾ അനുസരിച്ച് മാത്രം വേണം നിങ്ങളവിടെ പാർക്കുവാൻ. ആ 2 ഉപദേശങ്ങൾ കൊടുത്ത് അവരെ യോശുവ ഇവിടുന്ന് യാത്ര അയക്കുന്നു. യോശുവ അവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അവർ സന്തോഷത്തോടെ യാത്ര പോകുന്നു. എന്നാൽ പോയി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവർ യോർദാൻ്റെ സമീപത്ത് മറ്റൊരു ബലിപീഠം അവരവിടെ പണിതു. അത് മറ്റു ഗോത്രക്കാരറിഞ്ഞു. അവരെല്ലാവരും രോഷാകുലരായി. യഹോവയായ ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന് മോശയുടെ ന്യായപ്രമാണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ യോശുവ അവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അവരെ ഓർമ്മിപ്പിച്ച് വിട്ടതാണ്. പിന്നെ അവർ വേറെ ബലിപീഠം പണിയുന്നത് എന്തിന്? ശീലോവിൽ സ്ഥാപിച്ച സമാഗമന കൂടാരമല്ലാതെ മറ്റൊരു ബലിപീഠം അവർക്കില്ല. ഇസ്രായേൽ ഗോത്രം എല്ലാവർക്കും കൂടി ആരാധിക്കുവാനുള്ളതാണത്. അപ്പോൾ ഇതൊരു ബദൽ സംവിധാനം, ആരാധനാപരമായി വിശ്വാസപരമായ ഒരു ബദൽ സംവിധാനം അവരുണ്ടാക്കുന്നു. ജാതികളുടെ മാർഗം അവർ പിന്തുടരുകയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ മറ്റു ഗോത്രക്കാർക്കുണ്ടാവുകയും ഈ 2 ഗോത്രക്കാരോട് യുദ്ധം ചെയ്യുവാൻ അവർ ഒരുങ്ങുകയും ചെയ്യുകയാണ്. ഈ സമയത്താണ് ഫിനെഹാസും പുരോഹിതനും മറ്റെല്ലാവരും കൂടെ ചേർന്ന് അവരോട് അവിടെ ചെല്ലുകയും അവരോട് ചോദിക്കുകയും അവർ സംസാരിച്ച തെറ്റിദ്ധാരണ അവിടെ മാറുന്നുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങളിവിടെ ബലിപീഠം പണിത് ഇവിടെ യാഗം അർപ്പിക്കാൻ വേണ്ടി പണിതതല്ല. ബലിപീഠം പണിക്കാൻ കാരണം ഇത് ഞങ്ങളൊരിക്കലും ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കിയതല്ല. ഞങ്ങളുടെ തലമുറകൾക്ക് ദൈവത്തെ ഓർക്കുവാൻ വേണ്ടി ഞങ്ങൾ സ്ഥാപിച്ചതായ ഒരു ബലിപീഠം മാത്രമാണിത്. അത് യാഗം കഴിപ്പാനായി പണിത ബലിപീഠമല്ലെന്നും ഇസ്രായേൽ ഗോത്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു സാക്ഷ്യമാണെന്നും അവർ പറഞ്ഞു. അതുകൊണ്ട് ആ ബലിപീഠത്തിന് അവർ സാക്ഷ്യമെന്ന് പേര് നൽകുകയും ചെയ്യുകയാണ്. കാരണം ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള ബന്ധം ഇനി അടുത്ത തലമുറകൾ വരുമ്പോൾ ഓർക്കേണ്ടത് ഈ ബലിപീഠം കാണുമ്പോഴാണ്. ഈ ബലിപീഠമാണ് സമാഗമന കൂടാരത്തിൽ ഇതുപോലെ ഒരു ബലിപീഠമുണ്ടെന്നും അതിൻ്റെ ഓർമ്മയ്ക്കായി സ്മാരകമായി മാത്രമാണ് ഞങ്ങളിത് ചെയ്തെന്നും അല്ല അവിടെ യാഗം കഴിക്കാൻ ചെയ്തതല്ലെന്നും ബദൽ സംവിധാനമല്ലെന്നും അങ്ങനെ ഒരു ആരാധന ഞങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ല എന്നവർ പറഞ്ഞപ്പോൾ ഇസ്രായേലിലുള്ള ആൾക്കാർക്കൊക്കെ അത് ബോധ്യമാവുകയും അവർ സന്തോഷത്തോടെ അവരെ അവിടെ നിന്ന് യാത്ര അയക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴും ക്രൈസ്തവ സഭയുടെ ആദിമ കാലം മുതൽ തന്നെ സഭയിൽ ആരാധനാപരമായും വിശ്വാസപരമായ ഒരുപാട് തർക്കങ്ങളും കലഹങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല സിനഡുകൾ കൂടി നിക്യ, കുസ്തന്തീനോസ്, എഫേസുസ് അങ്ങനെയുള്ളതായ സുന്നതോസികൾ കൂടുകയും ഒരുപാട് വാദങ്ങളും തർക്കങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ എല്ലാവരും ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അത് വിവിധ തരത്തിൽ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ ദേശത്തെയും പ്രത്യേകത അനുസരിച്ച് അതാത് ദേശത്തിൻ്റെ പാരമ്പര്യങ്ങളുമായി
ഒക്കെ അത് ബന്ധപ്പെടുത്തി ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ പിന്നെ ഈ കലഹത്തിനോ തർക്കത്തിനോ ഒന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ ലോകം മനസ്സിലാക്കിയപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന എക്യൂമെനിസം അല്ലെങ്കിൽ സഭകൾ തമ്മിലുള്ള കൂട്ടായ്മയൊക്കെ ഉണ്ടാകാനുള്ള കാരണം അതാണ്. വിവിധ രീതിയിലായിരിക്കാം നമ്മൾ പ്രസംഗിക്കുകയോ അതിൻ്റെ മറ്റേ ആരാധന രീതികളിലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം ദൈവം എന്ന രീതിയിൽ ആരാധിക്കുകയാണ്. അതിൻ്റെ ആ മോഡ് ഓഫ് വർഷിപ്പിൽ അല്പം ഒക്കെ ചേഞ്ചസ് ഒക്കെ പല സഭകൾ തമ്മിലുണ്ടായേക്കാം. പക്ഷെ എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരു സഭയ്ക്ക് മറ്റൊരു സഭയെ എതിർക്കുകയോ അല്ലെങ്കിൽ അവർ തമ്മിൽ കലഹമുണ്ടാവുകയോ വ്യവഹാരങ്ങൾ ഉണ്ടാകുകയോ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. എത്രയോ വ്യവഹാരങ്ങൾ ഇതിൻ്റെ പേരിൽ ഇതിനു മുൻപ് സഭകളിൽ ഇത് നടന്നിട്ടുണ്ട്. അതൊക്കെ ഓരോ തെറ്റിദ്ധാരണയുടെയും അല്ലെങ്കിൽ ചെറിയ ചെറിയതായ ആ കാര്യങ്ങളിലുള്ളതായ നിർബന്ധ ബുദ്ധികളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ഒരു വിശാല ഹൃദയത്തോടെ ഇതിനെ കാണുവാൻ സാധിക്കുമെങ്കിൽ ഇവിടെ ഒരു കലഹങ്ങളും ഒരു തർക്കങ്ങളും വിഭാഗീയ ചിന്തകളൊന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പം അങ്ങനെ ആശയക്കുഴപ്പം ആ ഇസ്രായേൽ ജനത്തിൻ്റെ കളിയിൽ നിന്നും മാറി ദൈവം അവിടെ ഇടപെട്ടു, പരിശുദ്ധാത്മാവ് അവരെ നയിച്ചു എന്നുള്ളതാണ്. ഇന്നും വിഭാഗീയ ചിന്തകളും തർക്കങ്ങളും കലഹങ്ങളും ഓരോ ഭദ്രാസനങ്ങളിലും സഭയിലും സമൂഹത്തിലൊക്കെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതൊക്കെ എല്ലാവരെയും ചിന്തിപ്പിക്കാൻ കാരണമായിട്ട് തീരണം. നമ്മൾ ഇത് പരസ്പരം അത് കലഹിക്കേണ്ടവരല്ല. എല്ലാവരും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടി സ്നേഹിക്കുന്നു. ദൈവികമായ കൽപ്പനകൾക്ക് വിധേയമായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. പ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നോമ്പിൻ്റെ ദിവസങ്ങൾ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും കലഹങ്ങളും വ്യവഹാരങ്ങളൊക്കെ മാറി ശാശ്വതമായ സമാധാനം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.